ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ പ്ലാച്ചിമട സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ ഒരു സ്ഥലത്ത് നടന്ന, അല്ലെങ്കിൽ പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സമരമാണ്. അവിടെ കൊക്കോകോല കമ്പനി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നൊരു സമരമാണ് പ്ലാച്ചിമട സമരം. അതുപോലൊരു സമരത്തിന് പാലക്കാട് വീണ്ടും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അന്ന് സമരമുഖത്ത് ഉണ്ടായിരുന്ന പാർട്ടികളൊക്കെ ഇപ്പോൾ സമരത്തിനൊപ്പം എതിരുമായിട്ട് പാലക്കാട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി കടന്നുപോവുകയാണ്. നമുക്കറിയാം, ഇലപ്പുള്ളി പഞ്ചായത്താണ് കുറച്ച് ദിവസമായിട്ട് വാർത്തയിൽ സജീവ ചർച്ചയായിട്ടിരിക്കുന്നത്. ഇന്ന് ഇലപ്പുള്ളി പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇലപ്പുള്ളി പഞ്ചായത്തിലെ 6ാം വാർഡ് മണ്ണുകാട് എന്ന് പറയുന്ന പ്രദേശം വയലുകൾ കൊണ്ടും കൃഷിയിടം കൊണ്ടും സമൃദ്ധമായ, അതുപോലെ തന്നെ ചെറിയ ചെറിയ തണ്ണീർ തടങ്ങളൊക്കെ ഉള്ള നമ്മുടെ കഞ്ചിക്കോട് വ്യവസായ നഗരത്തോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം. മലമ്പുഴയില് അല്ലെങ്കിൽ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള, ഏറ്റവും കൂടുതൽ കൃഷിസ്ഥലമുള്ള ഒരു പ്രദേശമാണ് ഇലപ്പുള്ളി പഞ്ചായത്ത്. ഇവിടുത്തെ മണ്ണുകാട് ഇലപ്പുള്ളി പഞ്ചായത്ത് 6ാം വാർഡാണ്. അവിടെയാണ് ബ്രൂവറി എന്ന് പറയുന്ന ഒരു മദ്യ നിർമ്മാണ കമ്പനി വരാൻ പോകുന്നത്. ഓയാസിസ് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഏതാണ്ട് 26 ഏക്കർ, അതായത് 2 ഏക്കർ കയ്യേറ്റ ഭൂമി ഉൾപ്പെടെ 26 ഏക്കറാണ് അവിടെ മേടിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ ബ്രൂവറി എന്ന് പറയുന്ന ഒരു മദ്യ നിർമ്മാണ കമ്പനിയാണ് അവിടെ തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഇന്ന് ആ പ്രദേശം സന്ദർശിക്കുകയും, ഞാൻ പോയ സമയത്ത് SDPIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. SDPIയുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. കൊടികുത്തിയുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. മറ്റു നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും ഇതിനോടൊപ്പം തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് വയലുകൾ, തണ്ണീർ തടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ, പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ ഒരു മാസം ടാങ്കറുകൾ അല്ലെങ്കിൽ കുടിവെള്ള ടാങ്കറുകൾ മുനിസിപ്പാലിറ്റി ലക്ഷക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കുന്നത്. പാലക്കാട് മറ്റ് പഞ്ചായത്തുകൾ, ഏതാണ്ട് 36 പഞ്ചായത്തുകളിൽ നമ്മുടെ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ആശ്രയിച്ചാണ് കഴിയുന്നത്. നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മലമ്പുഴ ഡാമും കനാലുകൾ തുറന്നു വിടുകയും ആ വെള്ളം കൊണ്ടാണ് ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ നടക്കുന്നത്, ഇവിടുത്തെ കൃഷി ഒക്കെ നടന്നു പോകുന്നത്. അപ്പൊ നിലവിൽ ഈ മലമ്പുഴ ഡാമിന്റെ അടുത്ത പ്രദേശത്ത് ബ്രൂവറി, ഒരു മദ്യനിർമ്മാണ കമ്പനി തുടങ്ങുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിലവില് അവിടെയുള്ള എല്ലാ വെള്ളവും കമ്പനി ഊറ്റിയെടുക്കും. നിലവിൽ അവിടെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. ഇലപ്പുള്ളി പഞ്ചായത്തൊക്കെ ടാങ്കർ കണക്കിന് വെള്ളം അവർ ഓരോ വാർഡിലും എത്തിക്കാറുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകൾ എത്തിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും അവിടുത്തെ കുടിവെള്ള ക്ഷാമം തീരാറില്ല. അതാണ് നമുക്കിവിടെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ ഒരു മദ്യ നിർമ്മാണ കമ്പനി വരുന്നത്. SDPI അടക്കമുള്ളവർ അവിടെ പോയി കുത്തി പ്രതിഷേധിച്ചു. ഇന്ന് ഇലപ്പുള്ളി പഞ്ചായത്ത് ഒരു പ്രമേയം പാസ്സാക്കി. ഈ പഞ്ചായത്തിൽ ഇങ്ങനൊരു കമ്പനിയെ വരാൻ അനുവദിക്കില്ല. ഇലപ്പുള്ളി പഞ്ചായത്ത് വർഷങ്ങളായിട്ട് CPM ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ആ ടൈമിലാണ് കോൺഗ്രസ് അധികാരം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഈ ഭൂമി കച്ചവടം നടന്നതെന്നൊക്കെ BJP ആരോപിക്കുന്നുണ്ട്. എന്തായാലും CPM ഇതിന് അനുകൂലമാണ്. ഏതാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ ഒരാഴ്ചക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു കമ്പനി വരുന്നത് അറിയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അവരെന്ത് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു, അതിന്റെ ഒരു എൻക്വയറി വന്നു മാത്രം അറിയുന്നത്. പിന്നെ വ്യവസായ വകുപ്പ്, LDF സർക്കാർ നേരിട്ടാണ് ഈ കമ്പനിക്ക്, മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതിന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കൊടുത്തു. ഇവര് ആദ്യമായി ബന്ധപ്പെടുന്നു. ഇത് കൃഷിഭൂമിയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ആ കൃഷിഭൂമി അല്ല, ഇത് തരിശു ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ റിപ്പോർട്ട് പോകുന്നു എന്നൊക്കെയാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാവര്യമാവുകയാണ്. ഇപ്പോൾ നമുക്ക് SDPIയുടെ ജില്ലാ പ്രസിഡന്റ് ചാലപ്പുറമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട കോള കമ്പനിക്കെതിരെ ശക്തമായ സമരം നടക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് കുടിവെള്ളക്ഷാമത്തിന് അത്രത്തോളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനകീയമായ സമരങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമരം വിജയിക്കേണ്ടായി. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും
അതിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ ധാരണ ഉള്ളതാണ്. അവിടെ തന്നെയാണ് നിലവിൽ ഒരു മദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. തീർത്തും പ്രതിഷേധമാണ്. ഈ ഒരു തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മഞ്ഞുകാട് പ്രദേശത്തെ ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു നടപടിക്കും സർക്കാരിനെ അനുവദിക്കില്ല എന്ന് മലമ്പുഴ സിപിയുടെ മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ഇല്യാസ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടി വ്യക്തികളുമായിട്ടൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ പറ്റും. എന്തായാലും ജനങ്ങൾക്ക് ദോഷമാകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കമ്പനി പണ്ട് കൊക്കക്കോള ഇവിടുന്ന് പോയ പോലെ വെള്ളം ഊറ്റിയെടുത്ത പോലെ ബ്ലൂബറിയും അവിടുത്തെ ജനങ്ങളെ അതായത് ഇലപ്പള്ളി പ്രദേശത്തെ പൂർണ്ണമായിട്ടും കുടിവെള്ള ക്ഷാമത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു കമ്പനി വരാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.